തങ്കളം കാക്കനാട് നാലുവരിപ്പാത പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി കെ രാജൻ. ആന്റണി ജോൺ എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. IRC മാനദണ്ഡമനുസരിച്ച് ഈ റോഡിന്റെ നേരത്തെ അലൈൻമെന്റ് നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റ് അത് ഫീസിബിൾ അല്ല എന്നുള്ള വാദം വരികയും അതിന്റെ തുടർച്ചയിൽ പദ്ധതി തന്നെ പ്രതിസന്ധിയാവുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുകയുമാണ് സാർ ഉണ്ടായത്. അവിടെയാണെങ്കിൽ ഇരമല്ലൂർ എന്റെ മണ്ഡലത്തിലെ ഇരമല്ലൂർ വില്ലേജിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളടക്കം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുള്ളതായിരുന്നു. കോതമംഗലം മണ്ഡലം മാത്രമല്ല, മൂവാറ്റുപുഴ മണ്ഡലം, പെരുമ്പാവൂർ മണ്ഡലം, കുന്നത്തുനാട് മണ്ഡലം, ഈ 4 മണ്ഡലങ്ങളിലൂടെ കിടന്നാണ് ആ പാത ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കാക്കനാട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഇത് യഥാർത്ഥത്തിൽ ജില്ലയിലെ തന്നെ റോഡ് വികസന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന പോലെ തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലയെ ജില്ലാ ആസ്ഥാനവുമായി അതിവേഗം ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ അതിവേഗം ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്നുള്ള നിലയിലും ടൂറിസം, IT രംഗങ്ങളിൽ വലിയ വികസന സാധ്യത നൽകുന്ന പദ്ധതി എന്നുള്ള നിലയിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സാർ. തങ്കളം കാക്കനാട് നാലുവരിപ്പാത പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ കൈക്കൊള്ളുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. തങ്കളം കാക്കനാട് നാലുവരിപ്പാത തടസ്സങ്ങൾ നീക്കി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആന്റണി ജോൺ എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാന റോഡ് വികസന പദ്ധതിയും ജില്ലാ കിഴക്കൻ മേഖലയെ ജില്ലാ ആസ്ഥാനവുമായി അതിവേഗം ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്ന നിലയിലും ഇടുക്കി, എറണാകുളം ജില്ലകളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്ന നിലയിലും കൂടാതെ ടൂറിസം, IT മേഖലകളിലും വലിയ വികസന സാധ്യത നൽകുന്നതുമായ തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലൂടെയാണ് 27 കിലോമീറ്റർ ദൂരത്തിലുള്ള തങ്കളം കാക്കനാട് നാലുവരിപ്പാത പോകുന്നത്. 2006-2007 VS ഗവൺമെന്റിന്റെ ആദ്യ വർഷത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. തുടർന്ന് അതേ ഗവൺമെന്റിന്റെ 2009-10 വർഷത്തിൽ കോതമംഗലം മണ്ഡലത്തിലെ 1 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019-ലാണ് കോതമംഗലം നഗരത്തെ ബന്ധിപ്പിക്കുന്ന പ്രദേശത്ത് 1/2 കിലോമീറ്ററിലേറെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടൊപ്പം ആദ്യ 2 ബജറ്റുകളിൽ കിഫ്ബി പദ്ധതിയായി പ്രഖ്യാപിച്ച് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2006-2007 വർഷത്തിൽ നിശ്ചയിച്ച അലൈൻമെന്റ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡപ്രകാരം ഫീസിബിൾ അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായതെന്നും MLA സബ്മിഷന്റെ ഭാഗമായി പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ കൈക്കൊള്ളുമെന്നും സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി എന്ന നിലയിൽ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ രാജൻ സബ്മിഷന്റെ മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. തങ്കളം നാലുവരിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അംഗം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തന്നെയാണ് തുടർച്ചയായ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാക്കനാട് തങ്കളം നാലുവരിപ്പാതയുടെ നിർമ്മാണം പ്രധാന പദ്ധതിയായി കിഫ്ബി പരിഗണിച്ച പദ്ധതികളിൽ ഒന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികൾ ഇടക്കാലത്ത് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗ്രേഡിയന്റ് കൂടുതലായതിനാൽ IRC മാനദണ്ഡങ്ങൾ പാലിച്ച് റോഡ് ഡിസൈൻ ചെയ്യാൻ സാധ്യമല്ലെന്ന് ഡിസൈൻ വിഭാഗം കണ്ടെത്തി. ഇതേ തുടർന്ന് മറ്റ് അലൈൻമെന്റുകൾ പരിശോധിച്ചു വരികയാണ്. കിഫ്ബിയുടെ TRC വിങ്ങിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മറ്റ് അലൈൻമെന്റുകളെ സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. ഈ റോഡിന്റെ ചെയിൻ 24,600 മുതൽ 26,57 വരെ വികസിപ്പിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. സാർ, ഏറ്റവും ശ്രദ്ധയോടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സാധ്യമായതെല്ലാം സർക്കാർ കൈക്കൊള്ളും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.